Good evening all. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈറ്റോളജിയാണ്. ഹിസ്റ്റോപത്തോളജി ടോപ്പിക് കഴിഞ്ഞു, ഇനി സൈറ്റോളജി ടോപ്പിക്കാണ്. അപ്പൊ അതിന്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ആദ്യം പറയുന്നത്. നമ്മളെല്ലാം കുറെ സയന്റിസ്റ്റുകളുടെ ഫോട്ടോ നമുക്ക് കാണുമെങ്കിലും ഒരിക്കലും ഈ പാപ്പനിക്കോളോന്റെ ഫോട്ടോ അധികം പേരും കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് ഡോക്ടർ ജോർജ് എൻ പാപ്പനിക്കോളോ. എന്ന് പറഞ്ഞാൽ നിക്കോളാസ് എന്നാണ് വരുന്നത്. അപ്പൊ സൈറ്റോളജിയുടെ ഹിസ്റ്ററിയാണ് നമ്മൾ ആദ്യം കുറച്ച് പറയുന്നത്, 2-3 സ്ലൈഡ്. ഈസ് റെഫേർഡ് ആസ് ഫാദർ ഓഫ് എക്സ്പോളിയേറ്റീവ് സൈറ്റോളജി. ഫാദർ ഓഫ് സൈറ്റോളജി എന്ന് പറയുന്നുണ്ട്, എക്സ്പോളിയേറ്റീവ് സൈറ്റോളജി എന്ന് പറയുന്നുണ്ട്. കാരണം ഇത്രയേ ഉള്ളൂ, ആള് കൂടുതലായി പഠിച്ചത് ഈ സെർവൈക്കൽ ക്യാൻസർ കാര്യങ്ങളെ കുറിച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയാണ് കൂടുതലായി പഠിച്ചത്. അതുകൊണ്ട് തന്നെ അതാണ് ആളുടെ ഇമ്പോർട്ടൻറ്റ് സ്റ്റഡീസിൽ, അതായത് സെർവൈക്കൽ ക്യാൻസർ കാര്യങ്ങൾ വരുന്ന. അതുകൊണ്ടാണ് എക്സ്പോളിയേറ്റീവ് സൈറ്റോളജി, സെർവൈക്കൽ എക്സാമിനേഷനല്ല എക്സ്പോളിയേറ്റീവ് സൈറ്റോളജി ആണ്. സ്ക്രാപ്പിംഗ്സ് എടുത്തിട്ടോ അല്ലെങ്കിൽ അവിടുന്ന് എക്സ്പോളിയേറ്റ് ചെയ്ത് വരുന്ന സെൽസിനെ കുറിച്ച് പഠിച്ചിട്ടാണ് ഈ വജൈനൽ എപ്പിത്തീലിയം അല്ലെങ്കിൽ സെർവിക്സിലുള്ള ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അദ്ദേഹം ഫാദർ ഓഫ് എക്സ്പോളിയേറ്റീവ് സൈറ്റോളജി എന്നറിയപ്പെടുന്നത്. ഡോക്ടർ ജനിച്ചത് മെയ് 13, 1883 കൈം എന്ന് പറയുന്ന ഗ്രീസിലെ ഒരു ദ്വീപില് കൈം എന്നുള്ള ഒരു ഐലൻഡിലാണ് ജനിച്ചത്. ഒരു ഡോക്ടറാണ്, ബേസിക്കലി ഒരു ഡോക്ടറാണ്. ഗ്രീസിന് MBBS കഴിഞ്ഞു, അതിന് MD ചെയ്തു. അദ്ദേഹം PhD ചെയ്തു, ജർമ്മനിയിൽ പോയിട്ട് PhD ചെയ്തു. MBBSും MD ചെയ്തത് ഗ്രീസിൽ തന്നെയാണ്. ആൻഡ് PhD ചെയ്തത് ജർമ്മനിയിലായിരുന്നു 1910. 1915 അപ്പോൾ അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് 1915 സയൻസ് ഓൺ സെക്സ് ഡിറ്റർമിനേഷൻ ഓൺ ഗിനി പിഗ്, അതായിരുന്നു അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ആർട്ടിക്കിൾ, സെക്സ് ഡിറ്റർമിനേഷൻ. അപ്പോൾ സൈക്കോളജി റിലേറ്റ് ചെയ്ത് അങ്ങനത്തെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പത്തോളജിസ്റ്റ് ആയതുകൊണ്ടും ഗിനി പിഗിന്റെ സെക്സ് ഡിറ്റർമിനേഷൻ ആണ് ഒരു ഫസ്റ്റ് ആർട്ടിക്കിൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. ദെൻ 1923 അദ്ദേഹം ക്ലാരിഫൈഡ് ദ കോറിലേഷൻ ഓഫ് വജൈനൽ സ്മിയർ സൈറ്റോളജി വിത്ത് ഓവേറിയൻ സൈക്കിൾ ഇൻ പ്രഗ്നന്റ് ആൻഡ് നോൺ പ്രഗ്നന്റ് വുമൺ. അതായത് പ്രഗ്നന്റ് ആയ സ്ത്രീകളിലും നോൺ പ്രഗ്നന്റ് ആയിട്ടുള്ള സാധാരണ സ്ത്രീകളിലും അവരുടെ വജൈനൽ സ്മിയറിലെ സൈറ്റോളജി വെച്ചിട്ട് അവരുടെ ഓവേറിയൻ സൈക്കിൾ എന്ന് പറയുമ്പോൾ മെൻസ്ട്രൽ സൈക്കിളിന്റെ ഓവുലേറ്ററി, പ്രീ ഓവുലേറ്ററി, ഓവുലേറ്ററി, പോസ്റ്റ് ഓവുലേറ്ററി എന്ന് പറയാം. ഈ പ്രീ ഓവുലേറ്ററിനെ നമുക്ക് ബ്ലീഡിങ് ഫേസിനും ബാക്കിയുള്ള 10 days 14th ഡേയിൽ ഓവുലേഷൻ, അങ്ങനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് പറയാം അതിനെക്കുറിച്ച്. അപ്പൊ ഓരോ സമയത്തും നമ്മുടെ ബോഡിയിൽ നിന്ന് ഷെഡ് ചെയ്യുന്ന ഒന്നിലേക്ക് ഷെഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ക്രാപ്പിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കാണുന്ന ഈ സ്കോമസ് സെൽ, കൊളുമിനാർ സെൽ, ക്യൂബോയിഡൽ സെൽ, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഹോർമോണൽ സ്റ്റാറ്റസിനനുസരിച്ച് അത് മാറി മാറി വരും. സോ അത് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തത് അദ്ദേഹമായിരുന്നു. 1923 അദ്ദേഹം അത് സ്റ്റഡി ചെയ്തിരുന്നു. ആൻഡ് ഡിസ്കവേർഡ് ദാറ്റ് വുമൺ വിത്ത് സെർവൈക്കൽ ക്യാൻസർ എക്സിബിറ്റ് അബ്നോർമൽ സെൽസ് വിത്ത് എൻലാർജ്ഡ് ഓർ ഡീഫോംഡ് ഹൈപ്പർ ക്രോമാറ്റിക് ന്യൂക്ലിയർ. അപ്പൊ നോർമൽ സെൽസിന് ഒരു ന്യൂക്ലിയർ സൈറ്റോപ്ലാസ്മിക് റേഷ്യോ എല്ലാം ഉണ്ടായിരിക്കും. അതല്ലാതെ അബ്നോർമൽ സെൽസിൽ എൻലാർജ്ഡ് അല്ലെങ്കിൽ വലിയ ന്യൂക്ലിയസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡീഫോമിറ്റി, ന്യൂക്ലിയസിന് എക്സാക്ട് ഷേപ്പോ കാര്യങ്ങളോ ഒന്നും വരില്ല, ഡീഫോംഡ് ആയിട്ടുള്ള ഇതായിരിക്കും ഹൈപ്പർ ക്രോമാറ്റിക് ന്യൂക്ലിയർ. അതിന്റെ ക്രോമസോം കണ്ടിട്ടുള്ള കുറച്ചുകൂടി ഹൈലൈറ്റഡ് ആയിട്ട് കാണുന്ന ഒരു നോർമൽ സെല്ലല്ല, അബ്നോർമൽ സെൽസ് ആയിട്ട് തന്നെ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഇവർക്കുള്ള സെർവൈക്കൽ ക്യാൻസർ ഉള്ള ആൾക്കാരിൽ നിന്ന് അദ്ദേഹം കണ്ടുപിടിച്ചിരുന്നു 1923. In 1928 he presented a new cancer diagnosis. 1928 അദ്ദേഹം ന്യൂ ക്യാൻസർ ഡയഗ്നോസിസ് എന്ന് പറയുന്നുള്ള ഒരു കോൺഫറൻസിൽ അദ്ദേഹത്തിന്റെ പുതിയൊരു കുറച്ച് ഫൈൻഡിങ്സ് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി ഇൻട്രൊഡ്യൂസ്ഡ് ലോ കോസ്റ്റ് ഈസിലി പെർഫോംഡ് സ്ക്രീനിങ് ടെസ്റ്റ് ടു ഏർലി ഡിറ്റക്ഷൻ ഓഫ് ക്യാൻസർസ് ആൻഡ് പ്രീ ക്യാൻസറസ് സെൽസ്. മിഷിഗണിൽ വെച്ച് നടന്ന ആ ചടങ്ങില്, ബാറ്റിൽ ക്രീക്ക് മിഷിഗണിലുള്ള ആ ഒരു ഫംഗ്ഷനിൽ, കോൺഫറൻസിൽ അദ്ദേഹം ന്യൂ ക്യാൻസർ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞ ഏറ്റവും ലോ കോസ്റ്റ്ലി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, അറിയാലോ, ഒരു വജൈനൽ സ്ക്രാപ്പിങ്ങോ സെർവൈക്കൽ സ്ക്രാപ്പിങ്ങോ എടുത്തിട്ട് അത് സൈറ്റോളജിക്കൽ എക്സാമിനേഷൻ ചെയ്ത് അവിടുത്തെ സെൽസ് അബ്നോർമൽ സെൽസ് ആണെങ്കിൽ അവിടെ ക്യാൻസറസ് കണ്ടീഷൻ ആണോ അല്ലേ എന്ന് തിരിച്ചറിയാനുള്ളത്.
ക്യാൻസറസ് മാത്രമല്ല പ്രീ ക്യാൻസറസ്, ഭാവിയിൽ ക്യാൻസർ ആവാവുന്ന ടൈപ്പ് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിന് വരും സെൽസിന് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അതും അദ്ദേഹം കൃത്യമായി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം 10 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്തു. ഒരു പത്തോളജിസ്റ്റ് വേറൊരു ഗൈനക്കോളജിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്തിട്ട് കണ്ടുപിടിച്ചാണ് ദ ഡയഗ്നോസ്റ്റിക് വാല്യൂ ഓഫ് വജൈനൽ സ്മിയർ ഇൻ കാർസിനോമ ഓഫ് യൂട്രസ്. അപ്പൊ വജൈനൽ സ്മിയർ എടുത്തു കഴിഞ്ഞാൽ യൂട്രസിന്റെ എല്ലാം എക്സ്പോളിയേറ്റ് ചെയ്ത് വരുന്ന സെൽസും എല്ലാം വെച്ചിട്ട് വജൈനൽ എപ്പിത്തീലിയൽ സ്മിയർ എടുത്തിട്ട് അതിന് എങ്ങനെയാണ് ഒരു യൂട്രൈൻ ക്യാൻസർ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം എന്നുള്ളത് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ്. അപ്പോൾ സൈറ്റോളജിയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയ ഒരാളായതുകൊണ്ടാണ് ഫാദർ ഓഫ് സൈറ്റോളജി എന്ന് പറയുന്നത്, ഫാദർ ഓഫ് എക്സ്പോളിയേറ്റീവ് സൈറ്റോളജി എന്ന് പറയുന്നത്. പാപ്സ്മിയർ അറിയാം, എല്ലാവർക്കും അറിയുന്നതാണ്. ഏറ്റവും സിമ്പിൾ പ്രൊസീജിയറാണ്, അധികം എക്സ്പെൻസീവ് അല്ല, നമുക്ക് സിംപ്ലി ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ്. അതുകൊണ്ട് തന്നെ അതിന് എക്സ്പെൻസ് വളരെ കുറവാണ്. ഡയഗ്നോസ്റ്റിക് വാല്യൂ ഒരുപാട് കൂടുതലായതുകൊണ്ടും won acceptance and soon become the widely accepted routine screening methodology worldwide. അതുകൊണ്ട് തന്നെ ഈ മെത്തഡോളജി വേൾഡ് വൈഡ് എത്രയും എല്ലാവരും യൂസ് ചെയ്യാൻ തുടങ്ങി, ഇത് ഫോളോ ചെയ്തിട്ട്. അപ്പൊ അതാണ് അതിന്റെ ഒരു ഹിസ്റ്ററി ആയിട്ട് പറയുന്നത്. ഇതിന്റെ ഇനി വാട്ട് ഈസ് സൈറ്റോളജി കാര്യങ്ങളാണ് ഈ പറയുന്നത്. സൈറ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗ്രീക്ക് വേർഡ് ആണ്. ഇറ്റ് മീൻസ് സൈറ്റോ മീൻസ് സെൽ, ലോജി മീൻസ് സ്റ്റഡി. ബാക്കിയെല്ലാം അതുപോലെ മൈക്രോബയോളജി, പതോളജി അങ്ങനെയുള്ള എല്ലാ ഇതുപോലെ തന്നെ ഒരു സ്റ്റഡിയാണ്, സെല്ലിനെ കുറിച്ചുള്ള സ്റ്റഡി. ഹിസ്റ്റോപത്തോളജി ആകുമ്പോൾ സ്റ്റഡി ഓഫ് ടിഷ്യൂ, സ്റ്റഡി ഓഫ് ഡിസീസ്ഡ് ടിഷ്യൂ. സൈറ്റോളജി വരുമ്പോൾ സൈറ്റോളജി അല്ലെങ്കിൽ നമുക്ക് സൈറ്റോപത്തോളജി എന്നുകൂടി പറയാം. സൈറ്റോളജി, സൈറ്റോപത്തോളജി ഈ രണ്ട് വാക്കുകളും നമ്മൾ പരസ്പരം ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സൈറ്റോപത്തോളജി എന്ന് പറഞ്ഞാലും ശരിയാണ്, സൈറ്റോളജി എന്ന് പറഞ്ഞാലും ശരിയാണ്. സൈറ്റോളജി പറയുമ്പോൾ സ്റ്റഡി ഓഫ് സെല്ല് വരും. സൈറ്റോപത്തോളജി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയി study of diseased cells. It's also known as cytopathology. Involved examining the cells of bodily tissue or fluid, determine the diagnosis. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഫ്ലൂയിഡ്സിലുള്ള സെൽസിനെ ആയാലും അല്ലെങ്കിൽ ഒരു എപ്പിത്തീലിയൽ ഒരു മ്യൂക്കസ് മെമ്പറൈനുള്ള അവിടുത്തെ സെക്രീഷൻ ആയാലും സെൽസ്, ഈ സെക്രീഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവിടുത്തെ സെൽസ് ആണ്. അപ്പൊ അതിനെല്ലാം വെച്ചിട്ട് ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നതാണ് സൈറ്റോളജിയിൽ വരിക. അപ്പൊ ഇതിനൊരു ഡെഫിനേഷൻ പറയണമെങ്കിൽ സൈറ്റോപത്തോളജി ഇസ് ദ ബ്രാഞ്ച് ഓഫ് പത്തോളജി ദാറ്റ് സ്റ്റഡീസ് ആൻഡ് ഡയഗ്നോസ് ഡിസീസ് ഓൺ ദ സെല്ലുലാർ ലെവൽ. സെല്ലുലാർ ലെവലിൽ ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നതാണ് സൈറ്റോപത്തോളജി. ഹിസ്റ്റോപത്തോളജി ടിഷ്യൂ ലെവലിൽ ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നതാണ് ഹിസ്റ്റോപത്തോളജി. ഇറ്റ് ഈസ് ഫൗണ്ടഡ് ബൈ ജോർജ് നിക്കോളാസ് പാപ്പനിക്കോളോ ഇൻ 1928. നേരത്തെ പറഞ്ഞു 1928 അദ്ദേഹത്തിന്റെ പല ബുക്സുകൾ ഇതിനെല്ലാം കുറിച്ച് വന്നത്. അതായത് പാപ്സ് ട്രെയിനിങ് ആണെങ്കിലും പാപ്സ്മിയർ ആണെങ്കിലും അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അതുകൊണ്ട് തന്നെ 1928 പാപ്പനിക്കോളോ, ജോർജ് എൻ പാപ്പനിക്കോളോ എന്നുള്ള സയന്റിസ്റ്റ് ആണ് ഇത് ഈ ഒരു ടെക്നിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ചില സമയത്ത് ഈ സൈറ്റോപത്തോളജി ടെസ്റ്റിനെ നമ്മൾ സ്മിയർ ടെസ്റ്റ് എന്ന് പറയും. സ്മിയർ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു സെക്രീഷനോ എന്തെങ്കിലും ഒരു ഫ്ലൂയിഡ് കിട്ടുന്ന വെച്ചിട്ട് സ്ലൈഡിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ നോക്കും, സ്റ്റെയിൻ ചെയ്തിട്ട് സബ്സിക്വന്റ് സ്റ്റെയിനിങ് വെച്ച് മൈക്രോസ്കോപ്പി ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിന് സ്മിയർ ടെസ്റ്റ് എന്ന് പറയും. പാപ്സ്മിയർ എന്ന് പറയുന്നതല്ല, അതുകൊണ്ടാണ് സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ സൈറ്റോപത്തോളജിക്കൽ എക്സാമിനേഷൻ തന്നെയാണ്. ചിലത് നമുക്ക് ഫ്ലൂയിഡ് ആയിട്ട് വരും. അപ്പൊ അതില് സെൽസിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മൾ സൈറ്റോസെൻട്രിഫ്യൂഗേഷൻ ചെയ്യും. സെൽസിനെ എടുത്തിട്ട് നമ്മളൊരു ഫ്ലൂയിഡ് കിട്ടിയാൽ അതിനെ സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് നമ്മൾ സൈറ്റോസെൻട്രിഫ്യൂജ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് ഇൻസ്ട്രുമെന്റ് ആണ്. പക്ഷെ നമുക്ക് നോർമൽ ഇപ്പോൾ ഒരു 3 ml 4 ml നമുക്കൊരു ബോഡി ഫ്ലൂയിഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് സാധാ ടെസ്റ്റ് ട്യൂബിലിട്ട് ബ്ലഡ് സെൻട്രിഫ്യൂജ് ടെസ്റ്റ് ട്യൂബിൽ ഒഴിച്ച് ബ്ലഡ് സെൻട്രിഫ്യൂജ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് നമുക്ക് അതിന്റെ സൂപ്പർ നൈട്രേറ്റ് മാറ്റിയിട്ട് ഡെപ്പോസിറ്റ് എടുത്തിട്ട് സ്മിയർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ സൈറ്റോസെൻട്രിഫ്യൂഗേഷൻ ആണ് കുറച്ചുകൂടി ആക്യുറേറ്റ് മെത്തേഡ്. അപ്പൊ അതിന് സൈറ്റോളജിക്കൽ സ്മിയേഴ്സ് എന്ന് പറയുന്നു. ഇനി റോൾ ഓഫ് സൈറ്റോളജി. സൈറ്റോളജിയുടെ റോൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. റോൾ ഓഫ് സൈറ്റോളജി: ഡയഗ്നോസ് ഓഫ് മാനേജ്മെന്റ് ഓഫ് ക്യാൻസർ. ക്യാൻസർ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ് എല്ലാം ടിഷ്യൂ ലെവലിൽ അതിന്റെ സെല്ലുലാർ ലെവൽ അതിന്റെ കാര്യങ്ങൾ പഠിച്ചിട്ട് ഡയഗ്നോസിസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ക്യാൻസർ. ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നതിന് നമുക്ക് ഹെൽപ്ഫുൾ ആണ്. ഐഡന്റിഫിക്കേഷൻ ഓഫ് ബിനൈൻ നിയോപ്ലാസം.
ബിനൈൻ എന്ന് പറഞ്ഞാൽ നോട്ട് മാലിഗ്നന്റ്. എന്താണോ മാലിഗ്നന്റ്, അബ്നോർമൽ അൺകൺട്രോൾഡ് അബ്നോർമൽ പ്രോലിഫറേഷൻ വരുന്നതിന് നമ്മൾ മാലിഗ്നൻസി എന്ന് പറയും. ഇത് അതുപോലെയല്ല, ബിനൈൻ ആണ്, നോട്ട് മാലിഗ്നന്റ്. അപ്പൊ നമ്മുടെ പലരുടെയും ശരീരത്തിൽ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് എന്തെങ്കിലും ചെറിയൊരു ഗ്രോത്ത് പോലെ വരാറുണ്ട്. ചില വൈറൽ ഇൻഫെക്ഷനിൽ വരും. അതല്ലാതെ ഞാൻ പറയുന്ന ചെറിയൊരു ഗ്രോത്ത് വരും, ചെറിയൊരു കുരു പോലെയെല്ലാം നമ്മുടെ ബോഡിയിലെ കയ്യിലോ ഒക്കെ വിരലിന്റെ അവിടെയൊക്കെ വന്നിട്ട് ഒരു ഗ്രോത്ത് പോലെ നിൽക്കും. പക്ഷെ അതൊരു ഒരിക്കലും നമുക്കൊരു ബുദ്ധിമുട്ട് കോസ് ചെയ്യില്ല. അതൊക്കെ ഒരു ബിനൈൻ ആയ ഗ്രോത്തുകളാണ്. മാലിഗ്നന്റ് ഗ്രോത്ത് ആണെങ്കിൽ അതിന്റെ എല്ലാ റിയാക്ഷനും ബോഡി അതിനെതിരെ റിയാക്ട് ചെയ്യലും അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം ഉണ്ടാവും. അപ്പൊ ഐഡന്റിഫിക്കേഷൻ ഓഫ് ബിനൈൻ. അപ്പൊ ക്യാൻസറസ് കണ്ടുപിടിക്കാം, നോൺ ക്യാൻസറസ് ഉള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാം. ഡയഗ്നോസ് ഓഫ് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ. എന്തെങ്കിലും ഇൻഫ്ലമേഷൻ വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഓർഗനെ ബാധിക്കും. ഓർഗനെ ബാധിച്ചാൽ അത് ടിഷ്യൂല് വരും. ടിഷ്യൂല് വന്നു കഴിഞ്ഞാൽ അത് സെല്ലുലാർ ലെവലിൽ, സെല്ലുലാർ ലെവലിലാണ് അത് അഫക്ട് ചെയ്യുക. അത് ഇൻടേൺ ടിഷ്യൂനെ ബാധിക്കും, ഓർഗനെ ബാധിക്കും, ആ ഓർഗൻ സിസ്റ്റത്തിനെ ബാധിക്കും. അപ്പൊ ഡയഗ്നോസ് ഓഫ് ഡിഫറെന്റ് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ. ഇൻഫ്ലമേറ്ററി കണ്ടീഷനിൽ നമ്മുടെ ബോഡിയിൽ ഒരു സ്ഥലത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അവിടെയുള്ള സെൽസിനെല്ലാം ആ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഡയഗ്നോസ് ഓഫ് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ. സ്പെസിഫിക് ഇൻഫെക്ഷൻ, സൈറ്റോളജിക്കൽ ചെയ്തിട്ട് നമുക്ക് ഡിഫറെന്റ് ഇൻഫെക്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ സെക്സ് ഡിറ്റർമിനേഷൻ. ഒരു അംബിഗസ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ, അതായത് ജനിക്കുന്നത് ഇപ്പൊ ഒരു മെയിൽ ഓർഗൻസ് അവർക്ക് ജനിക്കുമ്പോൾ ഉണ്ടാവും. പക്ഷെ അവർക്ക് സ്കാനിങ് ചെയ്താൽ വയറിനകത്ത് അല്ലെങ്കിൽ പെൽവിക് ക്യാവിറ്റിയിൽ യൂട്രസും ഓവറീസ് എല്ലാം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നേരെ അവരുടെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ വെച്ചിട്ട്, നമ്മൾ നോർമലി ഒരാളെ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ വെച്ചിട്ട് തന്നെയാണ്. പക്ഷെ അതില് അവർ വളർന്ന് വലുതായിട്ട് അവരൊരു പ്യൂബർട്ടി ഏജ് എത്തുമ്പോഴായിരിക്കും ഇതിന്റെ ഡിഫറൻസ് അവർക്ക് ഫീൽ ചെയ്യുക. ചിലപ്പോൾ അവർ ബേസിക്കലി ഫീമെയിൽ ആയിരിക്കും, പക്ഷെ മെയിൽ സെക്സ് ഓർഗൻസ് ഉണ്ടായിരിക്കും. അതേപോലെ നേരെ തിരിച്ചും ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇതെല്ലാം വരുമ്പോൾ അവർ ജനറ്റിക്കലി എന്താണെന്നുള്ളത്, ജനറ്റിക്കലി എന്താണോ അതിലേക്ക് കൺവേർട്ട് ആവുന്നതാണ് നമുക്ക് കുറച്ചുകൂടി ഈസി. അപ്പൊ അതുകൊണ്ട് ജനറ്റിക്കലി എന്താണെന്ന് കണ്ടുപിടിക്കാൻ സെക്സ് ഡിറ്റർമിനേഷന് നമുക്ക് സൈറ്റോളജി യൂസ് ചെയ്യാം. അസസ്മെന്റ് ഓഫ് ഹോർമോണൽ സ്റ്റാറ്റസ് ഓഫ് വുമന്റെ ഹോർമോണൽ സ്റ്റാറ്റസ്, അതായത് നമ്മുടെ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ അങ്ങനെയുള്ള ഹോർമോൺസ് എല്ലാം വരുന്ന സമയത്ത് അതിനനുസരിച്ച് വജൈനൽ എപ്പിത്തീലിയത്തിലും സെർവിക്കൽ സെല്ലുലാർ ക്യാരക്ടറും എല്ലാം മാറി വരും. അപ്പൊ അതിനനുസരിച്ച് അസസ്മെന്റ് ഓഫ് ഹോർമോണൽ സ്റ്റാറ്റസ് ഓഫ് വുമൺ അത് ചെയ്യാൻ പറ്റും. ദെൻ സൈറ്റോജെനറ്റിക്സ്, കാരിയോടൈപ്പിംഗ് ചെയ്തിട്ട് ഇത് തന്നെയാണ് അവർക്ക് എന്തെങ്കിലും സിൻഡ്രോംസ് അവസ്ഥകൾ ഉണ്ടോ. അവർ ചിലപ്പോൾ അവർക്ക് ഒരു എക്സ് ക്രോമസോം കൂടുതലായിരിക്കും, ചിലപ്പോൾ ഒരു വൈ ക്രോമസോം കുറവായ, വൈ ക്രോമസോം അല്ല, അതായത് ഒരു എക്സ് ക്രോമസോം കൂടുതലായിരിക്കും, ചിലപ്പോൾ ഒരു എക്സ് ക്രോമസോം കുറവായിരിക്കും. അതായത് X0 വരും, ടേർണർ സിൻഡ്രോം. ദെൻ XXY വരും, ഒരു എക്സ് കൂടുതലുള്ള ക്ലൈൻഫെഡൽ സിൻഡ്രോം. അങ്ങനെയുള്ള ഡിഫറെന്റ് അവസ്ഥകളുണ്ട്. സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അവസ്ഥയാണ്, അതിന് നമുക്ക് ട്രീറ്റ്മെന്റ് ഇല്ല, സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് പോവാം. അത് അവസ്ഥകളാണ്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ജെനറ്റിക് സിറ്റുവേഷൻസ് ആണത്. ജന്മന അവര് അങ്ങനെയാണ് ജനിക്കുന്നെങ്കിൽ നമുക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ചില ആൾക്കാർക്ക് മരണം വരെ ഉണ്ടാവാം, ചില ആൾക്കാർ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാം. ചിലർക്ക് അവരുടെ ഒരു മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ളതിലൊരു പ്രശ്നം വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെയുള്ള ഇമ്പോർട്ടൻസി, മെയിൽസ് ആണ്, ഇപ്പൊ ക്ലൈൻഫെഡൽ സിൻഡ്രോം ഒക്കെ ആണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിരിക്കും അവര്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും വരാം. അത് നമുക്ക് ഇതിൽ ലാസ്റ്റ് പറയുമ്പോൾ കാരിയോടൈപ്പിങ്ങിൽ പറയാം. അപ്പൊ നമ്മള് സൈറ്റോളജി ടെസ്റ്റ്, ടൈപ്പ് ഓഫ് സൈറ്റോളജിക്കൽ ടെസ്റ്റ് നമ്മുടെ ബോഡിയിൽ ചെയ്യുമ്പോൾ ഗൈനക്കോളജിക്കൽ സൈറ്റോളജി, അതായത് വജൈനൽ ആൻഡ് സെർവൈക്കൽ സ്ക്രാപ്പിംഗ്സും ബ്രഷിങ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടുത്തെ സെല്ലുകൾ, മെയിൻ ആയിട്ട് സ്ക്രാപ്പിംഗ് AS പാച്ചിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഗൈനക്കോളജിക്കൽ സൈറ്റോളജി എന്ന് പറയുന്നത്. പല ടൈപ്പിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ദെൻ യൂറിനറി സൈറ്റോളജി, യൂറിനിലെ സെഡിമെന്റ്സും ഇതെല്ലാം നോക്കിയിട്ട് അതിനെ സെല്ലുലാരിറ്റി കൗണ്ട് ചെയ്യുന്നത്. ബ്രസ്റ്റ് സൈറ്റോളജി എന്ന് പറയുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു ലീഷൻ പോലെ, ഒരു എന്തെങ്കിലും ഒരു ഇതുപോലെ നമുക്കൊരു അബ്നോർമാലിറ്റി ഫീൽ ചെയ്യാണ്, പെയിൻഫുൾ ആയിട്ടൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ FNAC ചെയ്തിട്ട് സൈറ്റോളജിക്കൽ എക്സാമിനേഷൻ ചെയ്ത് അവിടെ ഒരു ക്യാൻസറസ് കണ്ടീഷൻ എന്തെങ്കിലും ഉണ്ടോ, ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ നോക്കുന്നത്. അതേപോലെ
തൈറോയിഡൈറ്റിസും കാര്യങ്ങളും എന്തെങ്കിലും ഇൻഫെക്ഷൻ തൈറോയിഡിനുള്ള എന്തെങ്കിലും ഇപ്പൊ നമുക്കൊരു ഗ്രേവ്സ് ഡിസീസ് ആവാം, ഹാഷിമോട്ടോസ് ഡിസീസ് ആവാം. അപ്പൊ അതെല്ലാം നമുക്ക് ബയോകെമിക്കൽ പാരാമീറ്റർ വെച്ച് കണ്ടുപിടിക്കുന്നതിനൊപ്പം തൈറോയിഡിന്റെ ചില സമയത്ത് FNAC ചെയ്യാറുണ്ട്. പിന്നെ ലിംഫ് നോഡ് എന്തെങ്കിലും ഇപ്പൊ മാലിഗ്നൻസി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ലിംഫ് നോഡ് ബയോപ്സീസ് എടുക്കാറുണ്ട്. അതേപോലെ ലിംഫ് നോഡ് സൈറ്റോളജി ചെയ്യാറുണ്ട്. എവിടെയെങ്കിലും ഒരു ലിംഫഡിനോപതി കാണുകയാണെങ്കിൽ പ്രത്യേകിച്ച് നെക്കിലും സർവൈക്കൽ ലിംഫ് നോഡ്സിനൊക്കെ വരികയാണെങ്കിൽ ആ ലിംഫ് നോഡ്സിന് ജസ്റ്റ് ആ ലിംഫ് നോഡിലേക്ക് നീഡിലും സിറിഞ്ചും ഉപയോഗിച്ച് 5 നീഡിൽ ആസ്പിറേഷൻ ചെയ്ത് നീഡിൽ ആസ്പിറേഷനിലൂടെ അവിടുത്തെ മെറ്റീരിയൽ എടുത്തിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അവിടെ എന്താണ് ഇൻഫിൽട്രേറ്റിംഗ് സെൽസ് എന്താണെന്ന് കണ്ടുപിടിക്കാറുണ്ട്. ദെൻ റെസ്പിറേറ്ററി സൈറ്റോളജി ബ്രോങ്കോസ്കോപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ബ്രോങ്കിയോസ്കോപ്പി ഉപയോഗിച്ചിട്ട് നോർമലി അല്ലെങ്കിൽ എന്തെങ്കിലും എൻഡോസ്കോപ്പിക്ക് വെച്ചിട്ട് ലങ്സിലേക്ക് ആകുമ്പോൾ ബ്രോങ്കിയോസ്കോപ്പി ഇൻസേർട്ട് ചെയ്ത് ബ്രോങ്കിയോസ്കോപ്പി ഇൻസേർട്ട് ചെയ്ത് ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് അവിടേക്ക് കുറച്ച് ഫ്ലൂയിഡ് എന്തെങ്കിലും അങ്ങോട്ട് സ്പ്രേ ചെയ്ത് ആ ഫ്ലൂയിഡിനെ തിരിച്ച് ആസ്പിറേറ്റ് ചെയ്തെടുക്കുമ്പോൾ അവിടെയുള്ള സെല്ലുലാരിറ്റി കൂടി ഈ ഫ്ലൂയിഡിൽ മിക്സ് ആയിട്ട് വരും. അത് സ്റ്റഡി ചെയ്യും. പിന്നെ ഐ സൈറ്റോളജി, ഇയർ സൈറ്റോളജി, ഇതൊക്കെ ഇയറിനൊക്കെ ചിലപ്പോൾ സ്കിന്നിന്റെ ഒക്കെ എടുക്കാറുണ്ട്. സ്ക്രേപ്പിംഗ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് സൈറ്റോളജിക്കൽ എക്സാമിനേഷൻ ചെയ്യാറുണ്ട്. അതുപോലെ ഫ്ലൂയിഡ്സിന്റെ IF ഫ്ലൂയിഡിന്റെ അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെരി റെയർ ആയിട്ടാണ് IAER സൈറ്റോളജിക്കൽ എക്സാമിനേഷൻ ചെയ്യാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ബ്രാഞ്ചസ് ഓഫ് സൈറ്റോളജി. സൈറ്റോളജി നമുക്ക് മെയിൻ ആയിട്ട് 3 ബ്രാഞ്ച് ആയിട്ട് തിരിക്കാം. 5 നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി, എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജി ആൻഡ് ഹോർമോണൽ സൈറ്റോളജി. 5 നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീഡിൽ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് മെയിൻലി സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഓർഗൻസിലെല്ലാം നീഡിൽ ഇൻസേർട്ട് ചെയ്ത് അവിടുത്തെ ഫ്ലൂയിഡ് ആസ്പിറേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പൊ ഒരു ബ്ലഡ് എടുക്കുന്ന പ്രൊസീജിയർ പോലെ തന്നെ ഒരു നീഡിൽ പ്രിക്കിന്റെ പെയിൻ ഉണ്ടായിരിക്കും. പക്ഷെ ചെയ്യുന്ന പ്രൊസീജിയർ കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. കുറച്ചുകൂടി ഡീപ്പ് ഓർഗൻ ആണെങ്കിൽ അവരത് കുറച്ച് നീഡിൽ ഡീപ്പായി ഇൻസേർട്ട് ചെയ്ത് മൂവ് ചെയ്തിട്ടൊക്കെ ആസ്പിറേറ്റ് ചെയ്ത് എടുത്ത് നോക്കാറുണ്ട്. ആ മെറ്റീരിയൽ കിട്ടുന്നവരെ ആ ഓർഗനിനുള്ളിൽ ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പൊ എവിടെയാണോ കുറച്ചൊരു അതായത് ചിലപ്പോൾ സ്കാൻ ചെയ്തിട്ടൊക്കെ ആയിരിക്കാം അവിടെ എന്തെങ്കിലും ഒരു ലിംഫഡിനോപതി ഒക്കെ പറയുന്നത്. അപ്പൊ ആ ലിംഫിനോഡിനെ ടാർഗറ്റ് ചെയ്ത് നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് സ്കിന്നിനൂടെ പിയേഴ്സ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അതന്നെ വലിയ ഓർഗൻസിനൊക്കെ നമുക്ക് ചെയ്യാറുണ്ട്. വലിയ ഡീപ്പ് ഓർഗൻസിന് ചെയ്യാറുണ്ട്. ബാക്കിയുള്ള ഒരു ഓപ്പൺ സർജറിയോ അല്ലെങ്കിൽ എൻഡോസ്കോപ്പിയുടെ അത്രയും റിസ്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ഓർഗൻസിലും അത് ചെയ്യാറുണ്ട്. അപ്പോ 5 നീഡിൽ ആസ്പിറേഷൻ ബോഡി ക്യാവിറ്റിയിൽ പ്ലൂറൽ ഫ്ലൂയിഡ്, പെരിക്കാർഡിയൽ ഫ്ലൂയിഡ്, അസൈറ്റിക് ഫ്ലൂയിഡ്, അങ്ങനെ ബോഡി ഫ്ലൂയിഡ്സ് എല്ലാം ആസ്പിറേറ്റ് ചെയ്തെടുത്തിട്ട് ചെയ്യാറുണ്ട്. അതാണ് ബോഡി ഫ്ലൂയിഡ് സൈറ്റോളജി. ദെൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ബ്രസ്റ്റ് സൈറ്റോളജി. ബ്രസ്റ്റിൽ ഇതേപോലെ നീഡിൽ സിറിഞ്ച് ഇൻസേർട്ട് ചെയ്തിട്ട് അവർക്ക് എവിടെയെങ്കിലും ഒരു ബ്രസ്റ്റ് ലംബോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെയിൻഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഭാഗത്തോ അല്ലെങ്കിൽ നമുക്ക് ടച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് ബ്രസ്റ്റ് എക്സാമിനേഷൻ സെൽഫായി ചെയ്യാം, അല്ലെങ്കിൽ വിത്ത് ഹെൽപ്പും ഒരു എക്സ്പെർട്ടിന്റെ സഹായത്തോടെ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു തടിപ്പ് പോലെ ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് FNAC ചെയ്യാവുന്നതാണ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിംഫ് നോഡ്സിൽ സൈറ്റോളജി ചെയ്യാറുണ്ട്, തൈറോയിഡിലും ചെയ്യാറുണ്ട്. നേരത്തെ സൈറ്റോളജിയുടെ സ്കോപ്പാണ് പറഞ്ഞത്, ഇതിപ്പോ അതിന്റെ ഡിവിഷൻ ആയിട്ട് പറയുന്നത്. ഇനി എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജി. എക്സ്ഫോളിയേറ്റീവ് നമ്മുടെ ബോഡിയിൽ നിന്ന് സ്പോണ്ടേനിയസ്ലി ഷട്ട് ഔട്ട് ചെയ്യുന്ന സെൽസിനെ കുറിച്ചുള്ള ഇത്. നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഭാഗത്ത് സ്പോണ്ടേനിയസ്ലി ഷട്ട് ചെയ്യുന്നുണ്ട്. സ്പ്യൂട്ടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂക്കസും സെൽസും അതേപോലെ തന്നെ നമ്മൾ പുറത്ത് വന്നിട്ട് നമ്മുടെ ബോഡി നശിപ്പിച്ചിട്ടുള്ള ആന്റിജനിക് ആയിട്ടുള്ള ഫോറിൻ മെറ്റീരിയൽ, ബാക്ടീരിയ, എല്ലാ മൈക്രോ ഓർഗാനിസം, വൈറസ്, ഇതിനെല്ലാം നശിപ്പിച്ചിട്ടുള്ള അതെല്ലാം കൂടി ചേർന്നിട്ടാണ് സ്പ്യൂട്ടമായിട്ട് നമുക്ക് കിട്ടുന്നത്. ഒപ്പം നമ്മുടെ സെല്ലുലാർ കണ്ടന്റ്, പൾമണറി ആൽവിയോളാർ മാക്രോഫേജസ്, അങ്ങനെ എല്ലാം നമുക്ക് അതിൽ കാണാൻ പറ്റും. അങ്ങനെയുള്ള അത് സ്പോണ്ടേനിയസ്ലി ഷെഡ് ചെയ്ത് വരുന്നതാണ്. അത് നമുക്ക് സ്പ്യൂട്ടം കളക്ട് ചെയ്തിട്ട് ചെയ്യാം. ദെൻ യൂറോജെനിറ്റൽ സൈറ്റോളജി. യൂറോജെനിറ്റൽ സൈറ്റോളജി എന്ന് പറയുമ്പോൾ യൂറിനറി ട്രാക്ട് അല്ലെങ്കിൽ ജെനിറ്റൽ ട്രാക്ട്. മെയിൽസിൽ യൂറിനറി ജെനിറ്റൽ ട്രാക്ട് ഒരൊറ്റ പാത്താണ്, പക്ഷെ ഫീമെയിൽസിൽ രണ്ട് പാർട്ടായി വരുന്നുണ്ട് തന്നെ. യൂറിൻ കളക്ട് ചെയ്തിട്ട് നമുക്ക് കുറെ എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജിക്കൽ സ്റ്റഡീസ് ചെയ്യാം. ഒപ്പം തന്നെ വജൈനൽ ആൻഡ് സെർവൈക്കൽ സ്മിയേഴ്സ് എടുക്കാൻ വേണ്ടി അത് അവിടുത്തെ എക്സ്ഫോളിയേറ്റിംഗ് സെൽസ് ആണ്, അതിനെ സ്ക്രാപ്പ് ചെയ്തെടുത്ത് നമ്മൾ സ്മിയർ ചെയ്ത് നോക്കാറുണ്ട്. ദെൻ ഡിസ്ചാർജ് ഓർ സെക്രീഷൻ സൈറ്റോളജി. ഇപ്പൊ നമുക്ക് ഈ ചെവിയിൽ നിന്നൊരു സെക്രീഷൻ വരികയാണ്, ഒരു
ഒട്ടൈറ്റിസ് മീഡിയ പോലെ ചിലപ്പോൾ ഇൻഫെക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വേറൊരു കണ്ടീഷൻ ആയിരിക്കാം. ഡിസ്ചാർജസ് വരെ ചെവിയിലൂടെ ചിലപ്പോൾ ഒട്ടേറിയ എന്ന് പറയും, അല്ലെങ്കിൽ റൈനോറിയ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ ഉണ്ട്. CSF നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫ്ലൂയിഡ്സ് ഡിസ്ചാർജ് ആയിട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ബോഡി പാർട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡിസ്ചാർജ് പോലെ വരുന്നത്. ഇപ്പൊ ചില ആൾക്കാർക്ക് നമ്മുടെ അമ്പലിക്ക് അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് ഫ്ലൂയിഡ് സെക്രീഷൻ പോലെ വരാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ വാജൈനൽ സെക്രീഷൻസ് കൂടുതലായിട്ട് വരാം, അതിൻ്റെ ഒരു വാജൈനൽ സെക്രീഷൻസിന്റെ ചേഞ്ചസ് വന്നിട്ട് അങ്ങനെയെല്ലാം വരുമ്പോൾ അതെല്ലാം നോക്കാം, അങ്ങനെയുള്ളത് ചെയ്യാൻ പറ്റും. അതാണ് ഡിസ്ചാർജ് ഓഫ് സെക്രീഷൻസ്. ചിലപ്പോൾ നെയ്സൽ സെക്രീഷൻസ് ചെക്ക് ചെയ്യാം, ഈവൻ സലൈവ ചെക്ക് ചെയ്യാം. അങ്ങനെയുള്ള സൈറ്റോളജിക്കൽ എക്സാമിനേഷൻസ്, ബോഡി ഫ്ലൂയിഡ്സ് എല്ലാം, അങ്ങനെയുള്ള സെക്രീഷൻസ് ഡിസ്ചാർജസ് എല്ലാം ചെയ്യാം. ചിലപ്പോൾ ബ്രസ്റ്റ് സെക്രീഷൻ ആയിരിക്കാം, ഒരു ലാക്ടേറ്റിംഗ് വുമൺ അല്ല, പക്ഷെ അവർക്ക് ബ്രസ്റ്റിലൂടെ ഒരു സെക്രീഷൻ വരുന്നു. അത് അവർക്ക് നമുക്ക് എക്സാമിനേഷൻ ചെയ്തിട്ട് എന്ത് ടൈപ്പ് സെൽസ് ആണ് എന്നെല്ലാം ഡയഗ്നോസ് ചെയ്യാം. ദെൻ ലാസ്റ്റ് വൺ ആണ് ഹോർമോണൽ സൈറ്റോളജി. ഹോർമോണൽ സൈറ്റോളജി എന്ന് പറഞ്ഞാൽ ഗൈനക്കോളജിക്കൽ സൈറ്റോളജി എന്ന് പറയും. അതായത് ഹോർമോണൽ സ്റ്റാറ്റസ്, നേരത്തെ നമ്മൾ പറഞ്ഞു പാപ്പനിക്കോള കണ്ടുപിടിച്ചതിൽ ഹോർമോണൽ ഇവാലുവേഷൻ എല്ലാം നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. ഹോർമോണൽ സ്റ്റാറ്റസിനനുസരിച്ചിട്ടാണ് അവരുടെ വാജൈനൽ എപ്പിത്തീലിയത്തിലും സർവൈക്കൽ എപ്പിത്തീലിയൽ സെൽസിനെല്ലാം ചേഞ്ചസ് ഉണ്ടായിരിക്കുക. അപ്പൊ അത് മെഷർ ചെയ്യാൻ പറ്റും. അതായത് എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജി പറഞ്ഞാൽ സ്റ്റഡി ഓഫ് സെൽ ദാറ്റ് ആർ സ്പോണ്ടേനിയസ്ലി ഷെഡ് ഫ്രം ദ എപ്പിത്തീലിയൽ സർഫസ് ഓഫ് ദ ബോഡി. ഹോർമോണൽ സൈറ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോണൽ സ്റ്റാറ്റസ് ഓഫ് ടിഷ്യൂ. ആസ്പിറേഷൻ, നീഡിലും സിറിഞ്ച് ഉപയോഗിച്ച് ഇന്റർ ബോഡി പാർട്ടിന് എടുക്കുന്നതിന് FNAC എന്ന് പറയുന്നു. അത്രയാണ് ഇതിൽ പറയുന്നത്. ഇനി നമ്മൾ ഓരോന്നായിട്ട് പറയാം. FNAC പറയാം, എക്സ്ഫോളിയേഷൻ പറയാം, ഹോർമോണൽ സ്റ്റാറ്റസ് പറയാം. അപ്പൊ എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സൈറ്റോളജി. It is a branch of cytology which is the cell that pathologists examine in either shed by the body naturally or manually scraped or brushed from the surface of tissue. അപ്പോൾ ഒന്നല്ലെങ്കിൽ നാച്ചുറലി എക്സ്ഫോളിയേറ്റ് ചെയ്ത് വരുന്നത്, നമ്മുടെ യൂറിനിലാണെങ്കിൽ യൂറിനിൽ ഒരുപാട് സെൽസ് വരുന്നുണ്ട്. സൈറ്റോളജിക്കൽ എക്സാമിനേഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ എപ്പിത്തീലിയൽ യൂറിനറി ട്രാക്റ്റിലുള്ള സർഫസിനും അങ്ങനെ എല്ലാം ഇതൊന്നും, ഇപ്പൊ ജെനിറ്റൽ ട്രാക്ട് ആണെങ്കിൽ ജെനിറ്റൽ ട്രാക്റ്റിലുള്ള വാജൈനൽ എപ്പിത്തീലിയൽ നിന്നെല്ലാം സ്പോണ്ടേനിയസ്ലി ഷ്രെഡ് ചെയ്ത് വരുന്നുണ്ട് കുറെ സെൽസ്. അത് ചെയ്യാം. അപ്പൊ അത് നമുക്ക് നാച്ചുറലി ഷെഡ് ചെയ്ത് വരുന്നതാണെങ്കിൽ നമുക്കിപ്പോ സ്പ്യൂട്ട് എക്സാമിനേഷൻ അല്ലെങ്കിൽ യൂറിൻ എക്സാമിനേഷൻ ഇതെല്ലാം അതിൽ വരും. പക്ഷെ മാനുവലി കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സ്ക്രാപ്പിങ്ങോ ബ്രഷിങ്ങോ ഒക്കെ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചിലപ്പോൾ മൗത്ത് ക്യാവിറ്റിയിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ വാജൈനൽ എപ്പിത്തീലിയത്തിൽ നിന്ന് എടുക്കാം. അതൊക്കെയാണ് ഇതിൽ പറയുന്നത്, എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജിയിൽ പറയുന്നു. അപ്പൊ മാനുവൽ ടിഷ്യൂ ബ്രഷിംഗ് ഓർ സ്ക്രാപ്പിംഗ് എടുക്കുന്നതിൽ ഗൈനക്കോളജിക്കൽ സാമ്പിൾ, പാപ്സ്മിയർ എടുക്കുന്നത്, cervix in the brushing of cells on cervix using a swab, the most well-known type of exfoliative cytology. ഒരു സാബ് യൂസ് ചെയ്ത് എടുക്കുന്നു എന്ന് പറയുന്നത് സ്വാബിനേക്കാൾ കൂടുതൽ നമ്മൾ എടുക്കുന്നത് സ്പാച്ചുല ഉപയോഗിച്ചിട്ടാണ്, സ്പാച്ചുല അടുത്ത സ്ലൈഡിൽ പറയാൻ പറയും. ദെൻ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട് സാമ്പിൾ, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ GI ട്രാക്ട് നിന്ന് എടുക്കുന്നത്, സ്റ്റൊമക്ക് ഇൻഡസ്റ്റൈനിൽ നിന്നെല്ലാം എടുക്കുന്ന എൻഡോസ്കോപ്പി വഴി ചെയ്യുന്നത്, അവിടുത്തെ നമുക്ക് ബ്രഷിംഗ് ഇതൊക്കെ എടുക്കുന്നത് നമുക്ക് എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജിയിൽ വരും. സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ, നമ്മുടെ സ്കിന്നിൽ എപ്പോഴും സെൽസ് പുതിയതായിട്ട് ഉണ്ടായി വരുന്നുണ്ട്, പഴയ സെൽസ് അവിടുന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്, നമ്മളത് അറിയാറില്ല. അപ്പൊ സ്കിന്നും മ്യൂക്കസ് മെംബ്രെയിനിൽ നിന്നെല്ലാം നമ്മൾ എടുക്കാറുണ്ട് ഇൻസൈഡ് ദ നോസ് മൗത്ത് ഫോർ സൈറ്റോളജിക്കൽ ടെസ്റ്റിംഗ്. വായിക്കകത്തുനിന്ന് ഇതേപോലെ സെൽസ് എല്ലാം ഷെഡ് ചെയ്ത് പോകുന്നുണ്ട്, പുതിയ സെൽസ് അവിടെ റീപ്ലേസ് ആവുന്നുണ്ട്. നമ്മളത് അറിയാറില്ല, സെല്ലുലാർ ലെവലിൽ നടക്കുന്ന ഒരു ആക്ടിവിറ്റിയാണത്. അപ്പൊ ഒരു പേഷ്യന്റിന് എന്തെങ്കിലും ഒരു ഇഷ്യൂസോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതേപ്പോ ഇങ്ങനെ നാവിൽ നിന്ന് സ്ക്രാപ്പിംഗ് എടുക്കാം, അതുപോലെ ബ്രഷിങ്സ് എടുക്കാം ഇങ്ങനെ. എന്നിട്ട് ഇതിലെടുക്കുമ്പോൾ ഈ ബ്രഷിൽ വരുന്ന ഈ മെറ്റീരിയലിനെ നമുക്ക് സ്ലൈഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് നോക്കാം. അങ്ങനെ ഡിഫറെന്റ് ഡിസീസ് കണ്ടീഷനിൽ കാര്യങ്ങൾ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ചെയ്യാറുണ്ട്. എന്താ കണ്ടില്ലേ, ഇങ്ങനെ വൈഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി വെക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ്.
ദെൻ ഇതിങ്ങനെ നാവിൽ പിടിച്ച് സ്ക്രാപ്പിംഗ് എടുക്കുന്നത് കറക്റ്റ് ഒരു കോഗോസ് എല്ലാം വെച്ച് ഒരു നാവ് പിടിച്ചിട്ടാണ് എടുക്കുന്നത്. ഇങ്ങനെ ഏത് ടൈപ്പ് മെറ്റീരിയലിനും അതിനനുസരിച്ച് എടുക്കാം. ഇനിയിപ്പോ ബാർബോഡി ആണെങ്കിൽ നമ്മൾ ബക്കുൽ ക്യാവിറ്റി മെറ്റീരിയലിൽ നിന്ന് എടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ടൈപ്പ് ടെസ്റ്റിനും ഇതെടുക്കാം. ഇപ്പൊ ഇതിന് ഉപയോഗിക്കുന്ന ടൈപ്പ് ബ്രഷുകളാണ് ഇങ്ങനത്തെ ബ്രഷുകളും. അതേപോലെ ഇത് ഒരു ഡിസ്പോസിബിൾ സ്പാച്ചുലയാണ്. എയർ സ്പാച്ചുല പോലെ തന്നെയാണ്, ഡിസ്പോസിബിൾ ആണ് ഇത്. ഇതിന് കുറച്ച് ഷേപ്പ് മാറ്റുണ്ട്. എയർ സ്പാച്ചുലയുടെ പിക്ചർ കാണിച്ചു തരാം. ഇതിപ്പോ ഡിസ്പോസിബിൾ ടാപ്പിംഗ് ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് നമ്മൾ വുഡൻ സ്പാച്ചുലകളാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജിയിൽ എങ്ങനെയൊക്കെ ഇത് വരുന്നതാണ്. റെസ്പിറേറ്ററി സാമ്പിൾസ്, കളക്ടിങ് ഫ്ലൂയിഡ്സ് സച്ച് ആസ് സ്പിറ്റ് ഓർ മ്യൂക്കസ്, ഓൾസോ കാൾഡ് സ്പ്യൂട്ടം. അതല്ലെങ്കിൽ സലൈവ എക്സാമിൻ ചെയ്യാം, ഇല്ലെങ്കിൽ സ്പ്യൂട്ടം എക്സാമിൻ ചെയ്യാം ഫോർ റെസ്പിറേറ്ററി സൈറ്റോളജിക്കൽ ടെസ്റ്റ്. റെസ്പിറേറ്ററി സൈറ്റോളജിക്കൽ ടെസ്റ്റിന് നമുക്കത് യൂസ് ചെയ്യാം. ദെൻ യൂറിനറി സാമ്പിൾസ്. ഇത് യൂറിൻ സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സാമ്പിൾ എടുക്കുന്നതാണ്. സ്പ്യൂട്ടം എല്ലാം വെച്ചിട്ട് നെയ്സൽ സെക്രീഷന് എടുക്കാം. നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇതന്നെ മൗത്തിന്റെ ഓറോഫാരിങ്സ് ഇവിടുന്ന് എടുക്കാം. ഇത് നെയ്സോഫാരിങ്സ് ആണ്, ഇത് ഓറോഫാരിങ്സ് ആണ്, ഇവിടെ ലാരിഞ്ചിയോഫാരിങ്സ് ആണ്. അപ്പൊ ഈ ഓറോഫാരിങ്സ് നമുക്ക് കോവിഡ് സമയത്തെല്ലാം നമ്മൾ സാമ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലെ. അപ്പൊ യൂറിൻ കളക്ടിങ് സാമ്പിൾ ഫ്രം സൈറ്റോളജിക്കൽ ടെസ്റ്റ്. യൂറിൻ സാമ്പിൾ നമുക്ക് കളക്ട് ചെയ്യാം. ദെൻ ഡിസ്ചാർജ് ഓഫ് സെക്രീഷൻ സാമ്പിൾസ്. സെക്രീഷൻസ് ഓർ ഡിസ്ചാർജ് ഫ്രം ദ ഐ, വജൈന, നിപ്പിൾ, ഇവിടുന്നെല്ലാം കളക്ട് ചെയ്തിട്ട് അവിടുത്തെ സെക്രീഷൻ എടുത്തിട്ട് നമ്മൾ സൈറ്റോളജിക്കൽ എക്സാമിനേഷൻ ചെയ്യും. അതാണ് ഡിസ്ചാർജ് ഓഫ് സെക്രീഷൻ എന്നുള്ളതിന് എക്സാമ്പിൾ വരുന്നത്. അപ്പോ ഇതാണ് ഇതില് സ്പെസിമെൻസ് പറയുന്നതിന് മുമ്പ് സ്പാച്ചുല നോക്കുക. ഇതാണ് എ സ്പാച്ചുല. ഇതിനൊരു ബ്രോഡ് എൻഡ് ഉണ്ട്. ഈ ബ്രോഡ് എൻഡ് ഇവിടെ ബ്രോഡ് ആയിട്ടുള്ള ഇതല്ല, ഈ ബ്രോഡ് എൻഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ വജൈനൽ സ്ക്രാപ്പിംഗ് എടുക്കുന്നു. ഈ ബൈഫോർക്കേറ്റഡ് എൻഡ് ഇത് ഇപ്പുറത്തുണ്ട്. ഇതില് ഇതുണ്ടല്ലേ ബൈഫർക്കേഷൻ, രണ്ട് ഇതുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം എയർ സ്പാച്ചുല തന്നെയാണ്. അതിന്റെ കൂടെ അഡീഷണൽ ബ്രഷ് കൊടുത്തിരിക്കുകയാണ്. ഇത് എക്സ്റ്റൻഡഡ് ടിപ്പ് സ്പാച്ചുലയാണ്. ഈ രണ്ടാമത് കാണും, ഇത് എക്സ്റ്റൻഡഡ് ടിപ്പ് സ്പാച്ചുലയാണ്. ഇത് എയർ സ്പാച്ചുല. അപ്പൊ ഇതിൽ കുറച്ച് ലെങ്ത് കൂടി ഈ പാർട്ട് സെർവിക്സിൽ കുത്തി വെച്ചിട്ട് മറ്റേ എൻഡിൽ, അതായത് ഈ ബ്രോഡ് എൻഡിൽ വെച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സെർവിക്സിനകത്ത് ഈ ഭാഗത്ത് നമുക്ക് മെറ്റീരിയൽ കിട്ടും. അതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ പിക്ചറിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് നമ്മൾ സെർവിക്സിൽ കുത്തി വെച്ചിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇത് നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ഇതിങ്ങനെ തിരിക്കുന്നു, വജൈനയിലൂടെ ഇൻസേർട്ട് ചെയ്തിട്ട്. സോ ആ സമയത്ത് ഇതിനകത്ത് നമുക്ക് മെറ്റീരിയൽ അവർ കിട്ടും. ഈ മെറ്റീരിയൽ സൈഡിലേക്ക് സ്പ്രെഡ് ചെയ്താണ് നമ്മൾ നോക്കുക. അപ്പൊ നമുക്ക് സ്പെസിമെൻസ്, സ്പ്യൂട്ടം നമ്മൾ എക്സാമിൻ ചെയ്യാറുണ്ട്, യൂറിൻ എക്സാമിൻ ചെയ്യാറുണ്ട്, ക്യാവിറ്റി ഫ്ലൂയിഡ് ലൈക്ക് ആസൈറ്റിക് ഫ്ലൂയിഡ്. ആസൈറ്റിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ഇൻ ദ പെരിറ്റോണിയൽ ക്യാവിറ്റി. പെരിറ്റോണിയൽ ക്യാവിറ്റിയിലും പറയാം. പെരിറ്റോണിയൽ ക്യാവിറ്റി അല്ലെങ്കിൽ അബ്ഡമിനൽ ക്യാവിറ്റിയിലുള്ളതാണ്. പ്ലൂറൽ ഫ്ലൂയിഡ് ലങ്സിന്റെ കവറിംഗ് ആണ്. CSF, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ബ്രെയിൻ സ്പൈനൽ കോഡിന്റെ കവറിംഗ് ആണ്. പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് കവറിംഗ് ദ ഹാർട്ട്. ഗ്യാസ്ട്രിക് ലാവേജസ് എന്ന് പറഞ്ഞാൽ റൈൽസ് ട്യൂബോ അങ്ങനെ എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്ത് സ്റ്റൊമക്കിൽ നിന്ന് എടുക്കുന്നതാണ് ഗ്യാസ്ട്രിക് ലാവേജസ്. ബ്രോങ്കിയോ ആൽവിയലാർ ലാവേജ് ആണ് നമ്മൾ ഒരു ബ്രോങ്കിയോസ്കോപ്പ് വെച്ചിട്ട് പ്രൈമറി സെക്കൻഡറി ബ്രോങ്കിയലിക്കെല്ലാം ഒരു ഫ്ലൂയിഡ് സ്പ്രേ ചെയ്ത് അത് തിരിച്ച് അബ്സോർബ് ചെയ്തെടുത്ത് ചെയ്ത്. ദെൻ സൈനോവിയൽ ഫ്ലൂയിഡ് നമ്മൾ ക്യാൻസർ കണ്ടീഷൻ വേണമെങ്കിൽ ചെയ്യാം. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എടുത്തിട്ട് നമുക്ക് കാരിയോടൈപ്പ്. പറയും. ഈ പിക്ചേഴ്സ് കാണിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരും? ഇല്ല, പിക്ചേഴ്സ് കാണിച്ച് ക്വസ്റ്റ്യൻ വരില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. PSC എക്സാമിന് ഇതുവരെ പിക്ചേഴ്സ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഇല്ല. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കി വെക്കാനാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, ബ്രോഡ് എൻഡ് ഈസ് യൂസ്ഡ് ഫോർ, അല്ലെങ്കിൽ ബൈഫർക്കേറ്റഡ് എൻഡ് യൂസ്ഡ് ഫോർ എന്ന് ചോദിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ എന്താണ് ബ്രോഡ് എൻഡ്, എന്താണ് ബൈഫർക്കേറ്റഡ് എൻഡ് എന്നുള്ളത് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ നമ്മൾ ഈ സെർവൈക്കൽ അല്ലെങ്കിൽ വാജിനൽ സ്മിയർ എടുത്ത് എയർ സ്പാച്ചിൽ വെച്ചിട്ടായിരുന്നു റുട്ടീനായി ചെയ്യുന്നത്. ഇപ്പൊ നമ്മളത് ഡിസ്പോസിബിൾ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് എന്താ പറയുക ബ്രഷസ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. നമ്മുടെ ആവശ്യത്രേ ഉള്ളൂ വജൈനയിൽ നിന്നും അല്ലെങ്കിൽ സെർവിക്സിൽ നിന്നും നമുക്ക് സാമ്പിൾ കിട്ടണം. അത് ഡിഫറെന്റ് മെത്തഡോളജി യൂസ് ചെയ്ത് നമ്മൾ കളക്ട് ചെയ്യുന്നു.
പണ്ട് യൂസ് ചെയ്തിരുന്നത് എയർ സ്പാച്ചുല ആയിരുന്നു. ഇപ്പൊ ഡിഫറെന്റ് സ്പാച്ചുല ടൈപ്പ് അല്ലെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ ഡിസ്പോസിബിൾ ടൈപ്പ് പ്ലാസ്റ്റിക്കിൽ പ്രിപ്പയർ ചെയ്ത് വരുന്നു. പിന്നെ FNAC സ്മിയേഴ്സ്, 5 നീഡിൽ ആസ്പിറേഷൻ ചെയ്തിട്ട് ഒരു സിറിഞ്ച് നീഡിൽ FNAC നമ്മൾ വഴിയെ പറയുന്നുണ്ട്. പിന്നെ വാജിനൽ സർവൈക്കൽ സ്ക്രാപ്പിങ്ങിനാണ് നമ്മൾ എയർ സ്പാച്ചുല യൂസ് ചെയ്ത് പണ്ട് വുഡൻ ആയിരുന്നു, ഇപ്പൊ പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ വന്നതാണ് നിങ്ങൾ നേരത്തെ പിക്ചറിൽ കണ്ടത്. ഈ ടൈപ്പാണ് പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ സ്പാച്ചുല വരുന്നത്. ഇതിന്റെ ബ്രോഡ് എൻഡ് യൂസ് ചെയ്ത് ഓർത്ത് വെച്ചോളൂ. ബ്രോഡ് എൻഡ് ഫോർ വാജൈനൽ സ്ക്രാപ്പിംഗ്. വജൈനൽ പാർട്ടിന്ന് സ്ക്രാപ്പ് ചെയ്തെടുക്കാൻ ബ്രോഡ് എൻഡ് വെച്ചിട്ട് നമ്മൾ സ്ക്രാപ്പ് ചെയ്തെടുക്കുന്നു. ബൈഫർക്കേറ്റഡ് എൻഡ് ഈസ് യൂസ്ഡ് ഫോർ സെർവൈക്കൽ സ്ക്രാപ്പിംഗ്. അപ്പൊ അത് കുറച്ചുകൂടി ഡീപ്പ് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മുടെ യൂട്രസിന്റെ സെർവിക്സിൽ എത്തണം. അത് സെർവിക്സിൽ എത്തിയിട്ട് അവിടെ വെച്ച് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് കളക്ട് ചെയ്യുക. അപ്പൊ ഇനി ഓരോ സാമ്പിൾസിനെ കുറിച്ച് പറയാം. എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജിയിൽ സ്പ്യൂട്ടം ഏർലി മോർണിംഗ് ഡീപ് കപ്പ് സ്പെസിമെൻ ആണ് എടുക്കാറുള്ളത്. നമ്മൾ ഏർലി മോർണിംഗ് എടുക്കാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഷ്യന്റ് ലൈവ് പൊസിഷനിൽ കിടന്നുറങ്ങി എണീക്കുന്ന സമയത്ത് നമ്മുടെ ചിലപ്പോൾ ഒരു സൈഡിലോട്ടൊക്കെയാണ് കിടക്കുന്നെങ്കിൽ ആ മേൽഭാഗത്തുള്ള ലങ്സ്, ഇപ്പൊ ലെഫ്റ്റോട്ട് ചെരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ വലതുവശത്തെ ലങ്സ് എന്നുള്ള ഫ്ലൂയിഡ് എല്ലാം കുറച്ചുകൂടി നമ്മുടെ ഈ ബ്രോങ്കസിലേക്ക്, പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി അല്ലെങ്കിൽ പ്രൈമറി ബ്രോങ്കസിലേക്ക് തന്നെ എത്തിക്കിടക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ കോഫ് ചെയ്യുന്ന സമയത്ത്, ഡെലിബറേറ്റ്ലി കോഫ് ചെയ്യുന്ന സമയത്ത് ആ മെറ്റീരിയൽ കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി, അതായത് ഇത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാം ആൽവിയോൾ ഉണ്ട്. അപ്പൊ ഈ സെക്രീഷൻസ് എല്ലാം ഇതിലൂടെ മൂവ് ചെയ്ത് ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ചുമക്കുമ്പോൾ ഇത് ചുമച്ചത് ഇത് നമുക്ക് സെക്രീഷനിൽ കിട്ടും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ചുമച്ചവർക്ക് കഫം വരുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് പേഷ്യന്റ്. 70% എത്തനോൾ ആണ് അതിന് നമുക്ക് പ്രിസർവേറ്റീവ് ആയിട്ട്. അതിൽ സെല്ലുലാർ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നേരിട്ട് 70% എത്തനോളിലേക്ക് കളക്ട് ചെയ്താൽ മതി സൈറ്റോളജിക്കൽ എക്സാമിനേഷൻ ആണെങ്കിൽ. അല്ലെങ്കിൽ 50% എത്തനോൾ വിത്ത് 2% കാർബോവാക്സ്. 50% എത്തനോൾ വിത്ത് 2% കാർബോവാക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ സ്പ്യൂട്ടത്തിന് സൈറ്റോളജി പ്രിസർവേറ്റീവ് ഫോർ സ്പ്യൂട്ടം സൈറ്റോളജി എന്ന് പറഞ്ഞാൽ 70% എത്തനോൾ ആണ്. 50% എത്തനോൾ വിത്ത് 2% കാർബോവാക്സും യൂസ് ചെയ്യാം. ഈ ബ്ലഡ് ഈസ് പ്രസന്റ്, ഒരുപാട് ബ്ലഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്പ്യൂട്ടം, അതായത് പേഷ്യന്റ് സ്പിറ്റ് ചെയ്യുമ്പോൾ ചുമയ്ക്കുമ്പോഴാണെങ്കിൽ ഒരുപാട് ബ്ലഡ് വരികയാണെങ്കിൽ അതിന്റെ സൈറ്റോളജിക്കൽ എക്സാമിനേഷൻ ആണെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ സിട്രേറ്റ് നമുക്ക് യൂസ് ചെയ്യാം. സിട്രേറ്റ് യൂസ്ഡ് ആസ് ആന്റികോയാഗുലന്റ്. If contain large amount of blood, then Boyle's fluid. സാർ PPT കാണുന്നില്ല. എല്ലാവർക്കും ഇഷ്യൂ ഉണ്ടോ? ഇല്ല കാണാം. എനിക്ക് കാണാം. ഓക്കെ, നിങ്ങളുടെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കാം. വേറെ ആർക്കും ഇഷ്യൂ ഇല്ലല്ലോ? ഞാൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്തോട്ടെ? ഓക്കെ ദെൻ നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഇത് ഉണ്ടെങ്കിൽ, നമുക്ക് ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ നമ്മൾ ബോയിൽസ് ഫ്ലൂയിഡ് യൂസ് ചെയ്യാറുണ്ട്. 95% എത്തനോൾ, ഐസോപ്രോപ്പനോൾ, ഈതർ എത്തനോൾ മിക്സർ, ഇതെല്ലാം ഫിക്സേറ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. 95% എത്തനോൾ, ഐസോപ്രോപ്പനോൾ അല്ലെങ്കിൽ ഈതർ എത്തനോൾ മിക്സർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ ബ്ലഡ് കണ്ടെയ്നിങ് ബോഡി ഫ്ലൂയിഡ്സ്, ബോഡി ഫ്ലൂയിഡിൽ ബ്ലഡ് കണ്ടെയ്നിങ് ലാർജ് നമ്പർ ഓഫ് സെൽസ് കണ്ടാൽ നമ്മൾ ബോയിൽസ് ഫ്ലൂയിഡ് യൂസ് ചെയ്യണം. ലാർജ് നമ്പർ ഓഫ് സെൽസ് കാണുകയാണെങ്കിൽ ബോയിൽസ് ഫ്ലൂയിഡ് യൂസ് ചെയ്യാം. ഈ ബ്ലഡ് കണ്ടെയ്നിങ് ബോഡി ഫ്ലൂയിഡ്സ് ആണെങ്കിൽ കാർണോയിസ് ഫ്ലൂയിഡോ ഷോർഡിൻസ് ഫ്ലൂയിഡ് നമുക്ക് യൂസ് ചെയ്യാം. കാർണോയിസ് ഫ്ലൂയിഡ് ഒക്കെ ഹിസ്റ്റോപത്തോളജി യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ് ടൈപ്പ് ആണ്. അപ്പൊ അതന്നെ ഒരുപാട് സെല്ലുലാർ കണ്ടന്റ് വരുമ്പോൾ നമുക്ക് അതിനെ ഒന്ന് പ്രിസർവ് ചെയ്യാൻ, ആ സെല്ലുലാരിറ്റി ഒന്ന് നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് ഫിക്സേറ്റീവ്സ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ സ്പ്യൂട്ടത്തിന്റെ എല്ലാം വേഗം സ്മിയർ എടുത്ത് കഴിഞ്ഞ് കിട്ടിയ ഉടനെ സ്പ്യൂട്ടം എടുത്ത് സ്മിയർ പേഷ്യന്റ് സ്പ്യൂട്ടം എടുത്ത് തന്ന ഉടനെ നമ്മൾ അതെടുത്തേക്ക് സ്മിയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോട്ടിംഗ് ഫിക്സേഷൻ വിത്ത് ആൽക്കഹോളും ചെയ്യാവുന്നതാണ്. കോട്ടിംഗ് ഫിക്സേഷൻ വിത്ത് ആൽക്കഹോൾ. ഇത് ക്ലിയർ അല്ലേ ഫിക്സേറ്റീവ്സ്? ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇന്റർവെൻഷൻ സൈറ്റോളജി ഓർ FNAC. ഇന്റർവെൻഷൻ നമ്മുടെ ബോഡിക്ക് അകത്തോട്ട് ഒരു ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതായത് മറ്റേ സൈറ്റോളജി എന്ന് പറയുമ്പോൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന സെൽസ് എടുക്കാം, ചിലപ്പോൾ സ്ക്രാപ്പിംഗ് ആണെങ്കിൽ മ്യൂക്കസ് മെമ്പറൈൻ എന്നൊക്കെ എടുക്കുന്നതാണ്. അപ്പൊ അതിന് നമ്മളൊരു ഇന്റർവെൻഷനിൽ ഉൾപ്പെടുന്നില്ല. പക്ഷെ നമ്മുടെ ബോഡിക്ക് അകത്തോട്ട് ഇപ്പൊ മൗത്ത് ക്യാവിറ്റി എന്നോ വജനൽ അല്ലെങ്കിൽ ഒരു വജനൽ
പാട്ടുന്നോ അങ്ങനെയെല്ലാം എടുക്കാം. അല്ലെങ്കിൽ പിന്നെ അത് എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ട് നമ്മളൊന്നും ഉള്ളിലോട്ട് ഇട്ടിട്ടല്ല എടുക്കുന്നത്. അങ്ങനെ എടുത്ത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ബ്രോങ്കിയോആൽവിയോളർ ലാവേജ് എടുക്കുന്നത് ബ്രോങ്കിയോസ്കോപ്പ് ഇട്ടിട്ടൊക്കെ തന്നെയാണ്. പക്ഷെ ഇത് സിറിഞ്ച് നീഡിൽ യൂസ് ചെയ്തിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡർ മസ്റ്റ് ഇന്റർവെയിൻ. Healthcare provider must intervene with your body to get sample. So syringe and needle use ചെയ്തിട്ട് 5 needle aspiration ചെയ്യുന്നതാണ് 5 needle aspiration cytology. അങ്ങനെ ചെയ്യുന്ന cytological examination. A needle is attached to a syringe and collect the cell from lesion or masses in various body organ by micropori, often with the application of negative pressure to increase yield. Often with the application of negative pressure എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അതിൽ ഇൻസേർട്ട് ചെയ്ത് FNAC ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. ഇൻസേർട്ട് ചെയ്തിട്ട് സിറിഞ്ച് പുറകിലോട്ട് പിസ്റ്റൺ പുറകിലോട്ട് വലിക്കും. അപ്പോൾ ആ ഒരു നെഗറ്റീവ് പ്രഷർ കൂടി കൊടുത്തിട്ടാണ് നമ്മൾ ഈ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നത്. അതൊരു ലീഷനിലായിരിക്കാം. അങ്ങനെ ആണ് നമ്മൾ ചെയ്യുന്നത്. Then FNAC can be performed under പാൽപേഷൻ ഗൈഡൻസ്. തൊട്ട് നോക്കിയിട്ട് ഈ തൈറോയിഡ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ലിംഫിനോടൊക്കെ ആണെങ്കിൽ നമുക്ക് തൊട്ട് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇത് വല്ല ഡീപ്പ് പാർട്ടാണെങ്കിൽ അത് ഈ ബ്രസ്റ്റ് നെക്ക് തൈറോയിഡിലൊക്കെയാണ് അത് ചെയ്യുക. ഡീപ്പ് പാർട്ടാണെങ്കിൽ നമുക്ക് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ട് നോക്കിയിട്ട് പ്രോബ് വെച്ച് നോക്കി ആ പാർട്ട് എവിടെ നോക്കി ആ പാർട്ടിലേക്ക് നേരെ സിറിഞ്ച് നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ കാറ്റ് സ്കാൻ എന്ന് പറയുന്നുണ്ട്, ഇത് വെച്ചിട്ട് ഡീപ്പ് സീറ്റഡ് ലീഷൻ ബോഡിയുടെ അവിടെ നമുക്ക് പാൽപേറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റാതാണെങ്കിൽ നമ്മൾ ഈ സോണോഗ്രാമിന്റെ അൾട്രാസൗണ്ടിന്റെ സപ്പോർട്ടോട് കൂടി നമ്മളത് ചെയ്യാറുണ്ട്. പാൽപേറ്റ് ചെയ്യാൻ പറ്റുന്ന ലിംഫിനോട്, ബ്രസ്റ്റ്, അതേപോലെ നെക്ക്, തൈറോയിഡൊക്കെ ആണെങ്കിൽ നമുക്കത് അതിന്റെ ആവശ്യമില്ല. ബാക്കിയുള്ള പാർട്ടിലാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അൾട്രാസൗണ്ടിന്റെ സപ്പോർട്ട് നമ്മൾ എടുക്കാറുണ്ട്. അപ്പൊ ഇതെടുക്കുന്ന FNAC ചെയ്യുന്ന സൈറ്റുകളാണ് പറയുന്നത്. ഫ്ലൂയിഡ് ഫീൽഡ് ലംസ് ഓർ സിസ്റ്റ് അണ്ടർ സ്കിൻ. ഇപ്പൊ നമ്മുടെ ബോഡിയിൽ ഒരു സിസ്റ്റ് ഉണ്ട്, സ്കിന്നിന് തൊട്ട് താഴെയായിട്ട് ഒരു ബൾജിങ് പോലെ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ലിപ്പോമ ആയിരിക്കാം, ഫാറ്റ് ഡെപ്പോസിഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ബോൾ പോലെ ഉള്ളിലൊരു ബോൾ കുടുങ്ങി കിടക്കുന്ന പോലെ. ഗാംഗ്ലിയോണിലെല്ലാം ഫ്ലൂയിഡ് ഡെപ്പോസിഷൻ വരുന്നത്, ഗാംഗ്ലിയോൺസിൽ വരുന്നത്. അപ്പൊ അതെല്ലാം കുത്തിയെടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് അത് ഗാംഗ്ലിയോൺ ഫോം ചെയ്തിരിക്കുന്ന ക്യാൻസറസ് കണ്ടീഷനിലാണോ അല്ലാതെ ഒരു ബിനൈൻ കണ്ടീഷൻ ആണോ എന്നൊക്കെ അറിയാൻ ഫ്ലൂയിഡ് ഫീൽഡ് ലംബ്. ഫ്ലൂയിഡ് ആണോ എന്ന് അറിയില്ല, നമുക്ക് അതിനകത്ത് ഒരു ഫ്ലൂയിഡ് ഉള്ള പോലത്തെ നമ്മൾ ചിലപ്പോൾ അത് കുത്തി കഴിഞ്ഞാൽ ആ ഫ്ലൂയിഡ് മൊത്തം ഈ സിറിഞ്ചിൽ കളക്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ അത് അവിടെ നിന്ന് ലീക്ക് ഔട്ട് ചെയ്ത് പോയിട്ട് പിന്നെ നമുക്ക് അവിടെ അങ്ങനെ ഒരു ഫീലേ വരില്ല. അപ്പൊ അങ്ങനെ ഫ്ലൂയിഡ് ഫീൽഡ് ലംബ് അല്ലെങ്കിൽ സിസ്റ്റ് അണ്ടർ സ്കിന്നിന് തൊട്ട് താഴെ, അല്ലെങ്കിൽ സോളിഡ് ലംബ്, നോഡ്യൂൾ ഓർ മാസ് അണ്ടർ ദ സ്കിൻ. ചിലപ്പോൾ ഒരു നോഡ്യൂൾ പോലെ ഭയങ്കര തിക്കായിട്ടുള്ള ഒരു സോളിഡ് ലംബ് ഉണ്ടാവും. അല്ലെങ്കിൽ ലിംഫിനോഡ് നിന്ന് എടുക്കാറുണ്ട്, പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് എടുക്കാറുണ്ട്, ദെൻ പ്ലൂറൽ ഫ്ലൂയിഡ് എടുക്കാറുണ്ട്, പിന്നെ പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എടുക്കാം നമുക്ക്. അങ്ങനെ എല്ലാ സാമ്പിൾസും എടുക്കാം. ഫ്ലൂയിഡ്സ് നമുക്ക് കളക്ട് ചെയ്യാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മെനി കൺട്രീസ്, വൈഡ്ലി യൂസ്ഡ് ഇൻ മെനി കൺട്രി. FNAC ഒരുപാട്, കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔട്ട് പേഷ്യന്റ് പ്രൊസീജിയർ കൂടിയാണ്. പേഷ്യന്റിന് പോയി ആ സാമ്പിൾ എടുത്ത് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വരാം. പക്ഷെ ഇതിന്റെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രാക്ടീഷണർ. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പൊ ഇത് പത്തോളജിസ്റ്റ് ആണ് ഈ സാമ്പിൾ എടുക്കാറുള്ളത്. ഇതിനായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ വേറെ രാജ്യങ്ങളിൽ, ഈവൻ ലാബ് ടെക്നീഷ്യൻസ് തന്നെ ഇതിന് സ്കിൽഡ് ആയിട്ട് ട്രെയിൻഡ് ആയ ആൾക്കാർ സാമ്പിൾസ് എടുക്കാറുണ്ട്. അപ്പൊ അത് സ്കിൽ ഓഫ് പ്രാക്ടീഷണർക്ക് അനുസരിച്ചും ഡ്രൈ ടാപ്പ് എന്നൊക്കെ പറയാറുണ്ട്. ചിലപ്പോൾ നമ്മൾ കുത്തി നോക്കും, നമുക്കൊന്നും കിട്ടില്ല. അതപ്പോൾ നമ്മുടെ സ്കില്ലിനനുസരിച്ചിരിക്കും ഇതിന് കിട്ടുന്ന മെറ്റീരിയൽ, ഇതിന്റെ സക്സസ് റേറ്റ്. ഇപ്പൊ ഒരാൾക്ക് തൈറോയിഡിൽ ക്യാൻസർ ഉണ്ട്, പക്ഷെ നമ്മൾ കുത്തുന്ന ഭാഗത്തൊന്നും ഈ ക്യാൻസർ ഗ്രോത്ത് ഇല്ല. നമുക്ക് കിട്ടിയ മെറ്റീരിയൽ വെച്ചിട്ട് നോ മാലിഗ്നന്റ് സെൽസ് എന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എവിടെയാണെന്ന് തൊട്ട് നോക്കിയിട്ട് പേഷ്യന്റെ പെയിൻ എവിടെയെന്ന് നോക്കി, അങ്ങനെ കൃത്യമായി തൊട്ട് നോക്കുമ്പോൾ ഒരു അബ്നോർമാലിറ്റി ഫീൽ ചെയ്യുന്ന അവിടേക്ക് ഇൻസേർട്ട് ചെയ്ത്, ചിലപ്പോൾ സൂപ്പർഫിഷ്യൽ പാർട്ടിലായിരിക്കില്ല, നേരെ ഓപ്പോസിറ്റ് പാർട്ടിലായിരിക്കും. തൈറോയിഡ് ഗ്ലാൻഡ് ആ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അതിന്റെ ഉള്ളിലെ ഭാഗത്താണെങ്കിൽ അവിടെ നമുക്ക് കിട്ടാൻ പാടായിരിക്കും. പേഷ്യന്റ് പെയിന് പറയുന്നുണ്ട്. പെയിൻ ഇപ്പൊ അവരങ്ങനെ കൃത്യമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ കഴിയില്ലല്ലോ.
അപ്പൊ അങ്ങനെയുള്ള കുറച്ച് നെഗറ്റീവ് സൈഡ് ഇതിനുണ്ട്. പക്ഷെ എന്നാൽ ഇതിന്റെ സക്സസ് റേറ്റ് അത്യാവശ്യമുണ്ട്, നല്ലൊരു സ്കിൽഡ് പ്രാക്ടീഷണർ ആണെങ്കിൽ. അപ്പൊ തൈറോയിഡിന്റെ എല്ലാ ഭാഗത്തും, ആ തൈറോയിഡ് ഗ്ലാൻഡ് എവിടെയാണ് അവിടെ എല്ലാ ഭാഗത്തേക്കും മൂവ് ചെയ്ത് അവർ ആ സാമ്പിൾ കളക്ട് ചെയ്യും. ചില സമയത്ത് കിട്ടുന്ന മെറ്റീരിയൽ എന്താണെന്ന് അവർ പെട്ടെന്ന് തന്നെ മൈക്രോസ്കോപ്പിനെ വെച്ച് നോക്കും. എന്നിട്ട് ആ മെറ്റീരിയൽ പോരാ, കിട്ടിയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവരപ്പം തന്നെ അത് റിപ്പീറ്റ് ദ സാമ്പിളിംഗ് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അതാണ് FNAC വരുന്നത്. ഇങ്ങനെ ചെയ്യാറുണ്ട്. നമ്മൾ സാധാരണ സിറിഞ്ച് നീഡിലൊക്കെ വെച്ച് ചെയ്യുന്നുണ്ടല്ലോ, ഇതാണ് ഈ ഒരു ഡിവൈസ്. ഈ ഡിവൈസിനകത്ത് സിറിഞ്ച് എല്ലാം കണക്ട് ചെയ്തിട്ട് ഇതിനകത്ത് സിറിഞ്ച് ഇറക്കി വെച്ചാൽ മതി. ഇറക്കി വെച്ചിട്ട് നമുക്ക് അവരൊരു കയ്യിലൊന്ന് ഹോൾഡ് ചെയ്യാനുള്ള ഒരു സൗകര്യത്തിനാണ്. എന്നിട്ട് ഈ പിസ്റ്റൺ പുറകിലോട്ട് ഈ സാധനം വലിക്കുമ്പോൾ ഇതിനകത്ത് കൈയിടാം. ഇതിനകത്ത് കൈയിട്ടിട്ട് നമുക്ക് ആ മൂവ് ചെയ്യാൻ, നമ്മൾ ഒരിക്കലും സിറിഞ്ച് നീഡിൽ കുത്തി ബ്ലഡ് എടുക്കുന്ന ഒരു പ്രൊസീജിയർ അല്ല ഇത്. അതിനകത്ത് ഒരുപാട് തവണ മൂവ് ചെയ്ത് നെഗറ്റീവ് പ്രഷർ കൊടുത്തൊക്കെ നോക്കണം. പല ഭാഗത്തേക്ക് നീഡിൽ പല ആംഗിളിൽ ചെരിച്ച് നെഗറ്റീവ് പ്രഷർ കൊടുക്കണം. അതെല്ലാം ചെയ്യാറുണ്ട്. FNAC എന്ന പ്രൊസീജിയർ കണ്ടിട്ടുള്ളവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഇതിങ്ങനെ മൂവ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിനാണ് സൈറ്റോളജി ഗൺ എന്ന് പറയുന്നത്. പിന്നെ ലംസ് ആൻഡ് ബംസ് ആർ ഡയഗ്നോസ്ഡ് വയ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ ഇൻവോൾവ് റിമൂവിംഗ് ദ സെൽസ് ഡയറക്ട്ലി ഫ്രം ദ ലംസ്. എവിടെയെങ്കിലും ഒരു ഗ്രോത്ത് പോലെ, ചിലപ്പോൾ സെബേഷ്യസ് ഗ്ലാൻഡ്, ചിലപ്പോൾ സെബേഷ്യസ് സിസ്റ്റ് ആയിരിക്കാം. ചിലവർക്ക് ഈ എന്താ പറയുക, നമ്മുടെ ആംപിറ്റിനകത്തല്ല ഇതേപോലെ ഒരു ഗ്രോത്ത്, ഒരു പെയിൻഫുൾ ആയിട്ടൊരു വരും. അതെടുക്കുമ്പോൾ സെബേഷ്യസ് ഗ്ലാൻഡ് ആയിരിക്കും, അതിൽ ഇതേപോലെ വരും. അപ്പൊ അതിനകത്ത് കുത്തിയെടുത്തിട്ട് നമുക്ക് ചെയ്യാം. അതേപോലെ സ്കിന്നിന് താഴെയാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുക. നമ്മൾ ആദ്യം കുത്തി ഇറക്കുന്നു, എന്നിട്ട് ഇത് പുറകിലോട്ട് വലിക്കുന്നു പിസ്റ്റൺ. അപ്പൊ ഇതിനകത്ത് മെറ്റീരിയൽ വരുന്നു. മെറ്റീരിയൽ എടുത്തിട്ട് അത് ഈ സിറിഞ്ചിൽ ഡിസ്കണക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ സിറിഞ്ച് കണക്ട് ചെയ്തിട്ടോ നമുക്ക് സ്ലൈഡിലേക്ക് ആഡ് ചെയ്തിട്ട് നോക്കാം. അതാണ് FNACയുടെ പ്രൊസീജിയർ. അപ്പൊ ഡിഫറെന്റ് സാമ്പിളിനനുസരിച്ചിട്ട് മാറും. എന്നാൽ FNACയുടെ മെയിൻ 3 സ്റ്റെപ്പുകൾ പറയുന്നത് കളക്ടിങ് ദ സാമ്പിൾ, പ്രോസസിങ് ദ സാമ്പിൾ, എക്സാമിനേഷൻ ദ സാമ്പിൾ. സാമ്പിൾ കളക്ട് ചെയ്ത് അതിനുശേഷം നമ്മൾ സ്റ്റെയിൻ ചെയ്ത് പ്രോസസ് ചെയ്യുന്നു, ദെൻ മൈക്രോസ്കോപ്പിയിൽ എക്സാമിൻ ചെയ്യും. ഇത്രയാണ് അതിൽ വരുന്നത്. കളക്ഷൻ ഓഫ് സാമ്പിൾ കളക്ട് ചെയ്യുന്നു, ബോഡി ക്യാവിറ്റിയിൽ നിന്നായിരിക്കാം. അങ്ങനെ കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്ത് കഴിഞ്ഞ് അത് ചിലപ്പോൾ ബ്രഷിംഗ് ആയിരിക്കാം, സ്ക്രാപ്പിംഗ് ആയിരിക്കാം, എനി സർഫസ് നിന്നായിരിക്കും ബോഡി. കളക്ടിങ് ഫ്ലൂയിഡ് ഓർ ഡിസ്ചാർജ് ഫ്രം ദ ബോഡി സച്ച് ആസ് ഡിസ്ചാർജ് സാമ്പിൾ എന്ന് പറയുമ്പോൾ യൂറിനൊക്കെ വരും. യൂസിങ് എ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ ഡ്രോ ദ ഫ്ലൂയിഡ്. അപ്പൊ ഏത് ടൈപ്പ് ആയിരിക്കാം, സ്ക്രാപ്പിംഗ് ആയിരിക്കാം, ബ്രഷിംഗ് ആയിരിക്കാം, ബോഡി ഫ്ലൂയിഡ്സ് ആയിരിക്കാം, നീഡിൽ വെച്ചിട്ട് FNAC ചെയ്യുന്നതായിരിക്കാം. ഇതെല്ലാം സൈക്കോളജിയിൽ വരും. നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തതാണ്. Some type of cytology tests that involve tissue sample. The healthcare provider who took the samples near and spread over a glass microscopic slide. അപ്പോ ഇതെന്തെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ടിഷ്യൂ ആയിരിക്കാം. ഈ ടിഷ്യൂ വരുമ്പോൾ ടിഷ്യൂ നമ്മൾ ഇംപ്രഷൻ സ്മിയേഴ്സ് എടുക്കും. അതും സൈറ്റോളജിയിൽ വരുന്നതാണ്. അതായത് ഈ പേഷ്യന്റെ ബോഡിയിൽ തന്നെ എടുക്കുന്നതാണ്. പേഷ്യന്റെ ബോഡിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം കട്ട് ഓപ്പൺ ചെയ്ത് അവിടെ ഈ ടിഷ്യൂം ഈ സ്ലൈഡും വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യും. പ്രസ് ചെയ്യുമ്പോൾ അവിടെ കുറച്ചൊരു ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യും. അവിടുത്തെ ഒരു പ്രിന്റ് പോലെ അവിടുത്തെ സെല്ലുലാർ മെറ്റീരിയൽ കുറച്ച് ഇവിടെ വരും. അത് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്മിയേഴ്സ് എടുക്കാറുണ്ട്. അത് പത്തോളജി ലാബോറട്ടറി ചെയ്യാറുണ്ട്. ലാബോറട്ടറിയിൽ ഈ സാമ്പിൾ എത്തിക്കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് നമ്മൾ എന്താ പറയുക, ഫിക്സേറ്റീവിൽ ഇട്ടിട്ടായിരിക്കും വരിക, കോപ്ലിംഗ് ജോറിൽ ഇട്ടിട്ടായിരിക്കും വരിക. അത് എത്രയും പെട്ടെന്ന് നമ്മൾ സ്റ്റെയിൻ ചെയ്യും, എന്നിട്ട് മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യും. പിന്നെ ബോഡി ഫ്ലൂയിഡ്സ് ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ സൈറ്റോസെൻട്രിഫ്യൂജ് ചെയ്യാറുണ്ട്. അത് സെല്ലുലാർ കണ്ടന്റ് കുറവാണെങ്കിൽ സൈറ്റോസെൻട്രിഫ്യൂഗേഷൻ ചെയ്യാറുണ്ട്. എന്നിട്ട് നമ്മൾ അത് ഡെപ്പോസിറ്റിന് സ്മിയർ എടുക്കും. ഈ സൈറ്റോസെൻട്രിഫ്യൂഗേഷൻ ചെയ്തിട്ട് അത് എന്നിട്ട് സ്മിയർ എടുത്ത് അത് ഫിക്സ് ചെയ്ത് സ്റ്റെയിൻ ചെയ്ത്, ചിലപ്പോൾ ബോഡി ഫ്ലൂയിഡ് ആയിട്ടൊരു സ്റ്റെറൈൽ ബോട്ടിലായിരിക്കും നമുക്ക് ഈ പറയുന്ന പെരിറ്റോണി ഫ്ലൂയിഡ്, കാരിക്കാർഡിയൽ ഫ്ലൂയിഡ് ഒക്കെ ഫോർ സൈറ്റോളജിക്കൽ എക്സാമിനേഷൻ വരിക. അപ്പൊ കിട്ടിയോണ്ട് നമ്മൾ ആ സാമ്പിൾ ഒന്നിലേക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യുക. അതിനുശേഷം എടുത്ത് പ്രോസസ് ചെയ്യുമ്പോൾ സെൻട്രിഫ്യൂജ് ചെയ്യുക. സെൻട്രിഫ്യൂജ് ചെയ്ത് ഡെപ്പോസിറ്റ് എടുത്ത് സ്മിയർ ചെയ്ത്, സ്മിയർ വരച്ചുടനെ നമ്മൾ എന്ത് ചെയ്യും, കോപ്ലിംഗ് ജാറിൽ ഇടും. കോപ്ലിംഗ് ജാറിൽ 95% എത്തനോളോ ഈതർ എത്തനോളോ എന്തെങ്കിലും മിക്സർ ഉണ്ടാവും, അതിൽ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്.
പിന്നെ ഇത് സ്മിയർ എടുത്തു കഴിഞ്ഞാൽ സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് മൈക്രോസ്കോപ്പി എക്സാമിനേഷൻ ചെയ്യും. എന്നിട്ട് അതിൽ ഏതാണ് സെല്ല്, എന്താണ് മെറ്റീരിയൽ എന്ന് ഒബ്സർവ് ചെയ്യും. അതിനകത്ത് അബ്നോർമൽ സെൽസ് ഉണ്ടെന്ന് നോക്കും. അതാണ് റുട്ടീൻ പ്രൊസീജിയർ.